MLA വിളിച്ചിരുന്നു. പോലീസ് നടപടി എങ്ങനെ നോക്കിക്കാണുന്നു? പോലീസ് രാജിലേക്ക് അടിയന്തരാവസ്ഥയെ കവച്ചു വെക്കുന്ന പോലീസ് രാജിലേക്ക് കേരളത്തെ തള്ളിവിട്ടിരിക്കുക. ഓർത്തു നോക്കണം, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അതായത് ഷാഡോ ചീഫ് മിനിസ്റ്ററാണ്, പ്രതിപക്ഷ നേതാവ്, KPCCയുടെ അധ്യക്ഷൻ, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പ്രകോപനമില്ലാതെ ടിയർ ഗ്യാസ് അടിക്കുന്നു. അത് വെറും ടിയർ ഗ്യാസ് അല്ല, എന്താണ് അതിലുള്ളതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഞാനും പ്രതിപക്ഷ KPCC പ്രസിഡന്റ് ഇറക്കുന്ന സാഹചര്യം ഞങ്ങളുടെ തൊട്ടടുത്ത വീഴുന്ന ആ സെക്കൻഡിൽ ശ്വാസം പോവാണ്. എനിക്കറിയില്ല, ഈ തരത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പോലീസ് സംയമനം പാലിച്ചിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് കോൺഗ്രസ് സമരത്തിൽ നേതാക്കളെയൊക്കെ വേദിയിലിരുത്തിക്കൊണ്ട് പോലീസിന്റെ ഈ നടപടി, അത് രണ്ടും അല്ല, എല്ലാരും കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാലോ പോലീസ് കാണിക്കുന്ന എന്താണെന്ന്. കൊച്ചു കുട്ടികൾക്ക് വടി കൊണ്ട് ലാത്തി കൊണ്ട് തലക്കിട്ടടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് സംഘം പോലീസ് ഉദ്യോഗസ്ഥരെ പോലും തല്ലുന്നു. ചെറുപ്പക്കാരെ ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കുന്നു. ഇത് ഒരു പ്രകോപനമില്ലാതെ വളരെ ശാന്തമായി നടത്തിയ ഒരു പരിപാടി. ആ പരിപാടിയിൽ സ്റ്റേജ് കയറി അവിടെ സമാധാനപരമായി പ്രസംഗിച്ചുകൊണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിന്റെ ഇടയിലോട്ടാണ് അടിക്കുന്നത്. പുറത്തു നോക്കണം, എന്താണ് സാഹചര്യം. ഇത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നൊരു ആരോപണം കോൺഗ്രസിനുണ്ട്. എല്ലാവർക്കും അറിയാലോ.